ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തുടർച്ചയായി 3 വർഷത്തെ കുതിപ്പിന് ശേഷം കാർ വിപണി ഒരൽപ്പം കിതയ്ക്കുകയാണ്. 2018 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പുറത്തുവരുമ്പോൾ 6.4% വിൽപ്പന വളർച്ച മാത്രമേ കാർ വിപണിക്ക് കൈയടക്കാനായുള്ളൂ. 2015 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. മെയ് ജൂൺ ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും വിൽപ്പന ശരാശരിയിൽ മാത്രമായി ഒതുങ്ങുന്നു. 2020 വരെ തൽസ്ഥിതി തുടരുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് BS6 വാഹനങ്ങൾക്ക് വിലക്കും കാർ വില ഉയർത്തിയേക്കും. വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ വർഷം 2ാം പാദം മുതൽ മാരുതി സുസുക്കിക്ക് പോലും കാര്യമായ വളർച്ചയില്ല. ഇതേസമയം നെക്സോൺ ടിയാഗോ മോഡലുകളുടെ പിൻബലത്തിൽ 32% വളർച്ച ഇന്ത്യൻ നിർമ്മാതാക്കളായ ടാറ്റ കൈയടക്കി. ഹാരിയറും 45Xും വിപണിയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ ടാറ്റയുടെ വിൽപ്പന ഇനിയും കുതിക്കുമെന്ന് ഉറപ്പ്. ടാറ്റയ്ക്ക് പുറമെ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡും ഇന്ത്യൻ വിപണിയിൽ ഉയർച്ചയുടെ പാതയിലാണ്. 15% ഫോർഡിന്റെ വളർച്ച. ഫ്രീ സ്റ്റൈൽ, എക്കോസ്പോർട്ട്, ഫേസ് ലിഫ്റ്റ് മോഡലുകൾ ഫോർഡിന്റെ മുന്നേറ്റത്തിന് തുണയായി. താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് ടൊയോട്ട ഇന്നോവയും കാഴ്ചവെച്ചത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കെടുപ്പിൽ 11% വളർച്ച ഇന്നോവയുടെ പിൻബലത്തിൽ ടൊയോട്ട രേഖപ്പെടുത്തി. മഹീന്ദ്രയുടെ കാര്യമെടുത്താൽ മറാസയാണ് നിലവിൽ പ്രധാന പോരാളി. ചുരുങ്ങിയ സമയം കൊണ്ട് എർട്ടിഗയെ പിന്നിലാക്കാൻ മറാസ MPVക്ക് കഴിഞ്ഞു. 2% മാത്രം വളർച്ചയാണ് ഇക്കാലയളവിൽ മഹീന്ദ്ര കൈവരിച്ചത്. ഇതേസമയം ജാപ്പനീസ് നിർമ്മാതാക്കളായ നിസാനും ജർമ്മൻ നിർമ്മാതാക്കളായ ഫോക്സ് വാഗണും ഈ വർഷം ഇന്ത്യയിൽ ചുവടുതെറ്റി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 29% ഇടിവാണ് നിസാന് സംഭവിച്ചത്. ഫോക്സ് വാഗണ് 26% വിൽപ്പന ഇടിഞ്ഞു. സ്കോഡയാണ് വിൽപ്പനയിൽ ഇടിവ് സംഭവിച്ച മറ്റൊരു സുപ്രധാന കാർ നിർമ്മാതാക്കൾ. 25% വിൽപ്പന ഇടിവും സ്കോഡയെ തേടിയെത്തി. ഡാസ്റ്റൺ 20%, ഹോണ്ട 16% വിൽപ്പനയിൽ പിന്നോക്കം പോയി. FCA, മാരുതി സുസുക്കി എന്നിവർ യഥാക്രമം 14, 10, 6% വിൽപ്പനയിൽ ഇടിവ് സംഭവിച്ചു. 1% ഹൂണ്ടായുടെ വിൽപ്പന കുറഞ്ഞത്. ഉയർന്ന പലിശ നിരക്ക്, ഇന്ധനവിലയിലെ ചാഞ്ചാട്ടം, രൂപയുടെ മൂല്യത്തകർച്ച എന്നിവയെല്ലാം കാർ വിൽപ്പന കുറയാൻ കാരണമായി. ഇതേസമയം 2020 ഏപ്രിലിന് മുമ്പ് BS4 വാഹനങ്ങളുടെ സ്റ്റോക്ക് വിറ്റ് തീർക്കുന്നതിന്റെ ഭാഗമായി കാറുകൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങൾ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചേക്കും.